ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. പാലാഴി കടഞ്ഞ് അമൃതെടുത്ത കഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അമൃത് തട്ടിയെടുത്ത് അസുരന്മാർ എങ്ങോട്ടോ ഓടിമറഞ്ഞു. അമൃതകുംഭം തിരികെ എടുക്കുന്ന കഥയാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കുവാൻ പോകുന്നത്. അസുരന്മാർ അമൃതകുംഭവും എടുത്ത് മറിഞ്ഞ് തങ്ങളുടെ ലോകത്തിലെത്തി. അതിവേഗം അമൃത് ഭുജിച്ച് തങ്ങളുടെ ജരാനരങ്ങളും മരണവും ഇല്ലാത്തവരായി തീരുവാൻ അവർ തിടുക്കം പൂണ്ടു. പെട്ടെന്ന് കുളിച്ചു വന്ന് എല്ലാവരും അമൃതപാനത്തിന് ഒരുങ്ങി. അപ്പോൾ അതാ ചന്ദ്രൻ ഉദിച്ചതുപോലെ സർവാവയവ മോഹിനിയായ ഒരു തരുണി മന്ദം മന്ദം നടന്നു വരുന്നു. അവളുടെ അംഗലാവണ്യത്തിൽ അസുരന്മാരുടെ കണ്ണഞ്ചിപ്പോയി. സർവാഭരണ വിഭൂഷിതയായി പുഷ്പസുഗന്ധത്തോടെ നടന്നു നീങ്ങുന്ന ആ സുന്ദരിയുടെ അരികിലേക്ക് അസുരന്മാർ ഓടിച്ചെന്നു. അവർ ചോദിച്ചു, സുന്ദരി, ആരാണ് നീ? അമൃതിനോടൊപ്പം പാലാഴിയിൽ പിറന്നവളാണോ? നീ ഞങ്ങളുടെ അരമനയിലേക്ക് വരൂ. നിലാവ് പോലെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലജ്ജ കൊണ്ട് മുഖം കുനിച്ച് ആ സുന്ദരി പറഞ്ഞു, മോഹിനിയാണ് ഞാൻ. എന്നെക്കൊണ്ട് എന്താവശ്യമാണ് നിങ്ങൾക്കുള്ളത്? തങ്ങൾ അമൃത് പാനം ചെയ്യുവാൻ ഒരുങ്ങുകയാണെന്നും നിന്റെ ഈ അഴകുള്ള കൈകൾ കൊണ്ട് ഞങ്ങൾക്ക് അമൃത് വിളമ്പിത്തരണമെന്നും അവർ മോഹിനിയോട് അപേക്ഷിച്ചു. മോഹിനി മന്ദഹാസത്തോടെ അതിന് സമ്മതിച്ചു. കുളിച്ചൊരുങ്ങി നിരന്നിരിക്കുന്ന അസുരന്മാരുടെ മധ്യത്തിൽ ചെന്ന് കയ്യിൽ അമൃതപാത്രവും തവിയും ഏന്തിക്കൊണ്ട് അവൾ എല്ലാവരെയും ഒരു നിമിഷം നോക്കി നിന്നു. അവരെ നോക്കിക്കൊണ്ട് അവൾ പറയുകയുണ്ടായി, നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ എനിക്ക് പരിഭ്രമമാകും. തൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടെന്നും എല്ലാവരും കണ്ണുകൾ അടച്ചിരിക്കണമെന്നും അവൾ അവരോട് അപേക്ഷിച്ചു. മോഹം കൊണ്ട് അന്ധന്മാരായിപ്പോയ അസുരന്മാരെല്ലാവരും കണ്ണുകൾ അടച്ച് കൈ നീട്ടി ഇരിപ്പായി. കയ്യിൽ വന്നു പതിക്കുന്ന ദിവ്യമായ അമൃതും അത് വിളമ്പുന്ന ആ സുന്ദരമായ കരത്തെയും സ്വപ്നം കണ്ടിരിക്കുന്ന അവരുടെ മുന്നിൽ നിന്ന് ആ സുന്ദരി മിന്നൽ വേഗത്തിൽ എങ്ങോ മറഞ്ഞു. ഏറെ നേരം കണ്ണടച്ചിരുന്ന അസുരന്മാർ അക്ഷമരായി. മോഹിനി, എന്താണിത്ര താമസം എന്നവർ ചോദിച്ചു തുടങ്ങി. ഉത്തരമൊന്നും ഉണ്ടായില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോഴാകട്ടെ മോഹിനിയുമില്ല, അമൃതകുംഭവുമില്ല. തങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അസുരന്മാർ മനസ്സിലാക്കി. ക്രുദ്ധരായ അസുരകൾ ആയുധങ്ങളുമേന്തി ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. മോഹിനിയായി രൂപമെടുത്ത വിഷ്ണു ഭഗവാൻ അമൃതകുംഭവുമായി ദേവലോകത്തെത്തിച്ചേർന്നു. ഭഗവാൻ നൽകിയ അമൃത് ദേവന്മാർ തിരക്കിട്ട് പാനം ചെയ്യുകയായിരുന്നു. രാഹു എന്നൊരു അസുരൻ ദേവവേഷം ധരിച്ച് അവർക്കിടയിൽ ചെന്നിരുന്നു. വായ തുറന്ന് അമൃത് കുടിച്ചു തുടങ്ങിയ അവനെ സൂര്യചന്ദ്രന്മാർ തിരിച്ചറിഞ്ഞു. അവർ വിഷ്ണു ഭഗവാനോട് വിളിച്ചു പറഞ്ഞു, ഭഗവാനെ, അതാ ദേവവേഷം പൂണ്ട ഒരു അസുരൻ. ഭഗവാൻ അവന്റെ നേർക്ക് മിന്നൽ വേഗത്തിൽ ചക്രമെറിഞ്ഞു. കുടിച്ച അമൃത് കണ്ഠത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചക്രമേറ്റ് അവന്റെ തല തെറിച്ച് ആകാശത്തിലൂടെ ഉരുണ്ടുപോയി. അമൃതസ്പർശമേറ്റ ആ ശിരസ് മരിച്ചില്ല. തന്നെ കാട്ടിക്കൊടുത്ത സൂര്യചന്ദ്രന്മാരോട് രാഹുവിന് പകയായി തീർന്നു. ഇന്നും രാഹു ആ പക തീർക്കുന്നു. സൂര്യചന്ദ്രന്മാരെ മാറി മാറി വിഴുങ്ങുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അറ്റുപോയ കണ്ടനാളത്തിലൂടെ അവർ പുറത്തു പോരുന്നു. സൂര്യഗ്രഹണത്തിന്റെയും ചന്ദ്രഗ്രഹണത്തിന്റെയും ഐതിഹ്യം ഇങ്ങനെയാണെന്ന് പുരാണത്തിൽ പറയുന്നു. അപ്പോഴേക്കും അസുരസേന പാഞ്ഞെത്തി. അതിഘോരമായ യുദ്ധമാണ് പിന്നീട് ഉണ്ടായത്. അമൃത് ഭുജിച്ച് മഹാ തേജസ്വികളായ ദേവസൈന്യം വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അസുരന്മാരോട് ഏറ്റുമുട്ടി. ആയിരക്കണക്കിന് അസുരന്മാർ യുദ്ധത്തിൽ മരിച്ചു വീണു. ശേഷിച്ചവർ പാതാളത്തിലും കടലിനടിയിലും പോയി ഒളിച്ചു. മന്ദരപർവ്വതം പഴയ സ്ഥാനത്ത് ഉറപ്പിക്കപ്പെട്ടു. ആകാശമെങ്ങും മൂടി നിന്ന മേഘങ്ങൾ പോയൊഴിഞ്ഞു. ദേവേന്ദ്രൻ അമൃതകുംഭത്തെ അതീവ ശ്രദ്ധയോടെ ആർക്കും കൈക്കലാക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമാക്കി വച്ചു. അമൃതലാഭത്താലും ലക്ഷ്മി കടാക്ഷത്താലും ദേവകൾ അങ്ങനെ തെളിഞ്ഞു വിളങ്ങി. പാലാഴി മദനത്തെക്കുറിച്ചും മായാമോഹിനിയെക്കുറിച്ചും നമ്മൾ കേട്ടുകഴിഞ്ഞു.
കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.